അങ്ങനെ ദേ കൂട്ടുകാരെ കുറേ നാളിന് ശേഷം നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അധികം കുക്കിങ്ങും പിന്നെ കുറേ അധികം ക്ലീനിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ നല്ല ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തൊട്ടിട്ട് നാളുകളായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മാസമായിട്ട് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജിനൊന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് നല്ല സൂപ്പർ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു അവസരം തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം, വന്നോളൂ. നമ്മളുടെ ഹാരിയും നമ്മളുടെ വീനസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. വീനസിൽ ഒരു ഇല 1-2 ഇല കിളിർത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനോട് ചെറിയൊരു കമ്പം തോന്നി. അപ്പം ഇത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ. പിന്നെ വന്നിട്ട് എനിക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഔട്ട്ഡോറിൽ പോയിട്ട് എനിക്ക് ഗാർഡനിങ് ചെയ്യാൻ ഭയങ്കര മടിയാന്നേ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ അധികം വെയിലും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എന്നാൽ കുട പിടിക്കാണ്ട് നടന്നിരുന്ന ഞാനായിരുന്നു ഈ കഴിഞ്ഞ 7 വർഷം 8 വർഷം മുന്നേ വരെ. പക്ഷെ ഇപ്പോൾ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഒരു സഫോക്കേഷനാണ്. വേറൊന്നല്ല, ഡോക്ടർ പറഞ്ഞല്ലോ എൻ്റെ ഫ്രെക്കിൾസിൻ്റെ കാരണം വെയിലാണെന്ന്. അതോടെയുള്ളൊരു ഫിയർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വെയിൽ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെയിൽ കൊണ്ട് നനയ്ക്കുമ്പം ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ എനിക്ക് പ്രശ്നമാകുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് അത്ര ടേക്ക് കെയർ ചെയ്യണം വലിയ താല്പര്യമുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഇൻഡോറിന് എനിക്ക് ചെറിയൊരു കമ്പമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് വേറെ ഒന്നല്ല, നമ്മുടെ മോർണിംഗ് തൊട്ടിട്ട് നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. അപ്പം അങ്ങനൊരു വ്ളോഗാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ സാംബ്രോ ഇന്നിവിടെ ഇല്ല. സാംബ്രോ വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കുവാണ്. ഇന്നലെ പോയതാണ്, ഇന്ന് വന്നിട്ടില്ല, ഇന്നലെ വന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എത്തും എന്നാണ് പറഞ്ഞത്. കാരണം അവർ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരെല്ലാവരും നാട്ടിൽ ഒരുമിച്ചുണ്ടാവുന്ന വളരെ ചുരുക്കം സമയത്ത് അവരെല്ലാവരും പല പല സ്ഥലത്താണ്. അപ്പം ഈ ലീവിന് വന്നപ്പം എല്ലാവരും ഒരുമിച്ച് അങ്ങ് വന്നു. അപ്പോൾ നമ്മൾ 1-2 ദിവസം വിട്ടു കൊടുക്കണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലാണ്ട് പിടിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്നലെ എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി എത്തുമെന്ന് പറഞ്ഞു, പക്ഷേ എത്തിയില്ല. ആൾ പറഞ്ഞു 2 ദിവസമല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വരുമായിരിക്കും, ഇന്ന് വരും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആൾ അങ്ങനെ പോകുന്നു. ആൾ നല്ല ഹാപ്പി ആയിട്ട് അവിടെ നല്ല എന്താ പറയുക ഫ്രണ്ട്സായിട്ട് നല്ല അടിച്ചു പൊളിച്ചു പോകുന്നു. അവരുടെ ബാച്ചിലർ ലൈഫിലോട്ട് ഒരു ദിവസം 1-2 ദിവസം നല്ലതാണത്. ലൈഫിന് എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് തരുന്ന മൊമെൻറ്റ്സ് എന്താണോ അത് നമ്മൾ എങ്ങനെയാണെങ്കിലും ആഘോഷിക്കാൻ നോക്കുക. അത് പാർട്ട്നേഴ്സ് ആണെങ്കിലും പരസ്പരം ഒന്ന് അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക അല്ലേ. ഞാൻ ചെടിയൊക്കെ എടുത്ത് നോക്കുവാണ് കേട്ടോ, ഇല വന്നോ എന്നൊക്കെ നോക്കുവാണേ. ഓക്കെ ഇല്ല, അവൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു, നല്ല ഹെൽത്തി ലീഫായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ലീഫ്സ് ഒത്തിരി വരുമോ നോക്കാം അല്ലേ. പിന്നെ വന്നിട്ട് ഇന്ന് മുട്ട നമ്മളുടെ ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണല്ലോ. മുട്ടയില്ലാത്തൊരു ജീവിതം നമ്മളുടെ ഫാമിലിക്കില്ല. ഭയങ്കര ഇഷ്ടമാണ് മുട്ട, എന്താണെന്നറിയത്തില്ല. പിന്നെ വന്നിട്ട് നമ്മളുടെ സാമ്പാർ ഇന്ന് വന്നിട്ട് ദോശയ്ക്ക് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ നമ്മളുടെ ചമ്മന്തിയാക്കാമെന്ന് കരുതി. അപ്പം സെറ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട മമ്മി, എനിക്ക് വന്നിട്ട് ചിക്കനും മുട്ടയും ചോറും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ മെനു ഇന്ന് രാത്രി തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോറ് പെട്ടെന്ന് തന്നെ കുക്കറിലിട്ടത്. പിന്നെ വന്നിട്ട് ഇതെൻ്റെ ചായയാണ്. ചായ എണീറ്റിട്ടൊക്കെ കുടിക്കുകയുള്ളൂ. അവൾ ഫ്രഷ് ആയിട്ടൊക്കെ അവൾ കുടിക്കുകയുള്ളൂ. എന്നാലും ഞാൻ അറിയാണ്ട് ഗ്ലാസ് എടുത്ത് വെച്ച് പോയി. എന്നിട്ട് അവൾ എണീറ്റ് കഴിയുമ്പോൾ അവളുടെ ചായ ഞാൻ ചൂടാക്കി കൊടുക്കും. അല്ലാണ്ട് എണീറ്റ് കഴിയുമ്പോൾ പിന്നെ റെഡ്ലി ചായ ഉണ്ടാക്കി കൊടുക്കണം നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ അവൾക്ക് ചായ ചൂടാക്കി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടിട്ട് അവളുടെ ചായ അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പം എൻ്റെ ഈ ചായ കുടിക്കുന്ന സമയം ഇപ്പം ചായ കുടിക്കുന്ന സമയമല്ല, ഊണിനുള്ള സമയമായിട്ടുണ്ട്. കാരണം എണീറ്റപ്പം ലേറ്റായി, വെക്കേഷനല്ലേ. 11 മണി എന്തോ ആയി എണീറ്റപ്പം. 11 മണിയൊന്നും വലിയ മണിയൊന്നും അല്ലേ വെക്കേഷനൊക്കെ. പോട്ടെ, നമുക്കും വേണ്ടേ. നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രായമായി റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലം പിടിച്ച് ജീവിക്കണ്ടല്ലോ. 11 മണിയെങ്കിൽ 11 മണി, 12 മണിയെങ്കിൽ 12 മണി, അത്രയേ ഉള്ളൂ. 11 മണിയായി ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പം. അപ്പം ഞാനപ്പോൾ കരുതി ഒന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഡോറ് തുറക്കത്തില്ല, ചത്താലും ഡോറ് തുറക്കത്തില്ല, അത്രമാത്രം വെയിലായിരിക്കും ഇപ്പം. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ ഫിഷിനെ കണ്ടിട്ട്, നമുക്കൊരു ഫിഷുണ്ട്, ഫ്രൈസൊക്കെ വന്നിട്ടുണ്ട്. 2 ഫ്രൈസിനെ ഫിഷ് തന്നെ തിന്ന് കളഞ്ഞു. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയപ്പം പോകുന്നതിന് മുന്നേ വരെ ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ ഫ്രൈസിന് കാണാനില്ല, കാരണം ഫിഷ് തിന്ന് കളഞ്ഞു. ഫുഡ് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ തിന്ന് കളഞ്ഞു. പിന്നെ അതുകൊണ്ടിട്ട് നമ്മൾ ഫ്രൈസിനൊക്കെ മാറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചായയിൽ ഷുഗർ ഫ്രീ ആഡ് ചെയ്യാം. എന്തോ ആവും ഞാൻ ഷുഗർ ഫ്രീ ആഡ് ചെയ്യുന്നത്. ഷുഗർ ഫ്രീ ഇത് മാത്രമേ ഞാൻ ഫോളോ ചെയ്യണുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഷുഗർ ഒത്തിരി വലിച്ചു വാരി തിന്നുന്നുമുണ്ട്. നമുക്ക് എന്തായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വർക്കൗട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. തിങ്കളാഴ്ച തൊട്ടിട്ട് ആ വീഡിയോ ആയിരിക്കത്തുള്ളൂ കേട്ടോ. കാരണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ആയി എനിക്ക്. കാരണം ഇന്നലെ ഗുണ്ടുമണിയായിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വിത്തിൻ എ ഷോർട്ട്
പീരീഡ് ഓഫ് ടൈം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് നമുക്ക് സന്തോഷിച്ച് നമ്മുടെ സ്റ്റാമിനയൊക്കെ നല്ല രീതിയിലൊക്കെ കൂട്ടിയിട്ടൊക്കെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. വെയിറ്റ് ലോസ് അല്ല, ഹെൽത്തി ആയിട്ടിരിക്കാം, അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ അനീമിക്കാണ്, നോൺ വെജ് കഴിക്കാത്തത് കൊണ്ടിട്ട്. അപ്പം ഞാൻ ഡയറ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പുകയായി പോവും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഗപ്പിക്കുട്ടന്മാരൊക്കെ നല്ല മിടുക്കന്മാരായിട്ടിരിക്കുന്നു. ഗപ്പിക്കുട്ടന്മാർക്ക് അത്യാവശ്യം വെയിൽ വേണമെന്നൊക്കെ ഇവയുടെ ഏതൊരു ഫ്രണ്ട് പറഞ്ഞു, ആവണി പറഞ്ഞു എന്നൊക്കെയാണ് ഇവ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അവൾ കേട്ടൻ എപ്പോഴും ഇത്തിരി തുറന്ന് വെച്ചിട്ടുണ്ടാവും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വെയിലിൻ്റെ പേടിയുള്ളത് കൊണ്ടിട്ട് ഞാൻ പതുക്കെ കേട്ടൻ അടച്ചു വിടും. ഞാനപ്പോൾ ഇവരോട് ചോദിച്ചു, ഗപ്പിയാണോ വലുത് ഞാനാണോ വലുതെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഗപ്പിയാണ് വലുതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ലല്ലോ. പിന്നെ ഞാൻ കരുതി പാവം മീൻ ജീവിച്ചു പോയിക്കോട്ടെ, ഇപ്പോൾ വെയിൽ കിട്ടാത്തത് കൊണ്ട് ഗപ്പി ചത്തെന്ന് വേണ്ട എന്ന് കരുതി ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് പോവാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ഈ ഫ്രെക്കിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് മാറത്തില്ല. അത് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക എന്നതേ ഉള്ളൂ. എത്ര യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഇറങ്ങേണ്ട വരും വെയിലത്ത്, ഇപ്പോൾ പുറത്തേക്കാണെങ്കിലും വീട്ടിലെ പണിയുടെ ഭാഗമായിട്ട്. പക്ഷേ മാക്സിമം നമ്മളൊന്ന് സൂക്ഷിക്കുക അല്ലേ. ഫ്രെക്കിൾസൊക്കെ ഉള്ളവർ ആരും കോപ്പറേറ്റ് ചെയ്യത്തില്ലെന്നേ, ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ വന്നിട്ട് നമ്മളുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ചോറുണ്ടല്ലോ, ഈ പ്രാവശ്യം കിട്ടിയ അരി, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് ആണ് വാങ്ങിച്ചത്. നല്ല വേവാണ് കേട്ടോ, ഒരു വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ടാൽ മതി, ചോറ് അപ്പം തന്നെ ആയിക്കോളും. സാധാരണ കുക്കറിൽ ഞാനൊരു വിസിൽ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു വിസിൽ കേൾപ്പിക്കേണ്ട, റോസരി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചോറ് ഭയങ്കര സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നമുക്കതിനെ പായസമാക്കി എടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ അപ്പോൾ ചോറ് റെഡിയാണ്. ഇപ്പം നമുക്കിനിയിപ്പോൾ തക്കാളി ചമ്മന്തി അല്ലല്ലോ, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ തേങ്ങ ചമ്മന്തിക്കുള്ള ചുവന്നുള്ളി ഞാൻ അത്യാവശ്യം ചുവന്നുള്ളി ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ ഇഞ്ചി വേണം. അപ്പം ഇഞ്ചി എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ അവസ്ഥ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ പോലെയായത്. വേറൊന്നല്ല, ഫ്രിഡ്ജിൽ ഞാൻ ഇഞ്ചി നല്ല ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലിട്ടാണ് എപ്പോഴും സൂക്ഷിക്കാറുള്ളത്. പക്ഷേ എടുക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഞാൻ പുറത്തോട്ട് വെക്കും, അത് മറന്നുപോയി. അതുകൊണ്ടിട്ട് നമ്മുടെ ഐസ്ക്രീം പരുവത്തിലാണ് ഇഞ്ചി ഇരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് മെൽറ്റായിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് കയറി പണ്ടാറ് തുടങ്ങും. കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിച്ചേ പറ്റൂ, ഒരു രക്ഷയില്ല ആ കാര്യത്തിൽ. അപ്പം ഞാൻ കരുതി ഇഞ്ചി ഇല്ലാണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ഇപ്പോൾ എന്താ കുഴപ്പം, ഒരു പച്ചമുളകും ഉണ്ടായിരുന്നു. അപ്പം അതും ഇത്തിരി ചുവന്നുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി എന്താ പറയുക കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുത്തു. അപ്പം അത് മതിയെന്ന് കരുതി. അല്ലാതെ ഇപ്പം ഇഞ്ചി നമ്മൾ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സമയം എടുക്കുക, പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്ക് നിർബന്ധം പിടിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇഞ്ചിക്ക് ആ സമയത്തല്ലേ മെൽറ്റ് ആവത്തുള്ളൂ, ഐസായ തന്നെയാണല്ലോ. അപ്പം അങ്ങനെയും കരുതി. അപ്പം പിന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഒരു മിക്സിയിൽ ഒറ്റടി അടിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ ചമ്മന്തി. പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ കടുകൊക്കെ പൊട്ടിച്ചിടുവേ, അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പം നമ്മൾ മടിച്ചികളായത് കൊണ്ടിട്ട് നമ്മൾ എത്ര എളുപ്പത്തിൽ നമ്മൾ പണി തീരാവോ അത്ര എളുപ്പത്തിൽ തീരുകയും ചെയ്യും. എന്നാൽ വായിക്ക് രുചിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പിള്ളേരും അങ്ങനെ മോശമൊന്നും ഇതുവരെയും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ചിലത് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാളിപ്പോയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പാളിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ കുക്കറിൽ നമുക്കിനി മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം അവനെ. എനിക്കിങ്ങനത്തെ നാടൻ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശ, സാമ്പാർ, പിന്നെന്താ ചമ്മന്തി, തക്കാളി ചമ്മന്തി, ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ദോശയും സാമ്പാർ കഴിഞ്ഞ ദിവസത്തെയും ഉണ്ട്. തക്കാളി ചമ്മന്തി കഴിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ കരുതി വേണ്ട. പിന്നെ ഞാൻ തന്നെ തക്കാളി ചമ്മന്തി ഇവിടെ ഇവയ്ക്കൊന്നും വലിയ കാര്യമല്ല. ഇപ്പം സാമിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാം ഇല്ലല്ലോ, സാം വരുമ്പോൾ ചോറ് എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ഇന്ന് ചിലപ്പോൾ മേ ബി ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പം വേറെ സാമ്പാർ ഓൾറെഡി കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ, പിന്നെ മുട്ട വറക്കാം, പുറത്ത് പോകുന്നില്ലെങ്കിൽ മുട്ട വറക്കാമെന്ന് കരുതി. നോൺ എല്ലാം ഫ്രിഡ്ജിൽ തീർന്നിരിക്കുവാണ്, ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം അല്ലേ, കുറേ വഴിയെ പറയാനുണ്ടല്ലേ, ഞാൻ എല്ലാം പറയാം കേട്ടോ. അങ്ങനെ മിക്സിയിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ മിക്സിയൊക്കെ എടുത്ത് നമ്മൾ വെച്ചു. ഇനിയിപ്പം നമുക്ക് ഫുഡ് അങ്ങോട്ട് കഴിക്കാം. ഇപ്പം തന്നെ മണി 12 മണി അടുക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന്, നിങ്ങൾക്കൊക്കെ അങ്ങനെയുണ്ടോ? എനിക്കാണെങ്കിൽ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 1/2 മണിക്കൂറൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഭയങ്കര പ്രശ്നമാണ്. തലവേദന എടുക്കും, നെഞ്ചിരിച്ചിൽ വരും, ഉള്ള കണ്ട എല്ലാ അസുഖങ്ങളും ഉണ്ട്. പണ്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഒട്ടും പറ്റുന്നില്ല. രാത്രി ഫുഡ് വേണ്ട, രാത്രി ഒരു പ്രശ്നവുമില്ല. ഈ രാവിലത്തെ ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അതനുസരിച്ചിട്ട് പുള്ളിക്കാരൻ ഫ്ലെക്സിബിളായി. ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ ആവശ്യമില്ലാണ്ടൊന്നും വാശി പിടിക്കത്തില്ല. പക്ഷേ എനിക്ക് വാശി പിടിക്കേണ്ടത് തന്നെ പുള്ളിക്കാരൻ ഇപ്പം വാങ്ങിത്തരും ഫുഡ്. ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അപ്പം നമ്മുടെ ദോശ നമുക്ക് ചുട്ടു വെക്കാം, നല്ല നെയ്യൊക്കെ ഇട്ടിട്ട്
അയ്യോ കൊതി വരുന്നു പെട്ടെന്ന്. നല്ല നെയ്യിട്ടിട്ട് നല്ല ദോശയൊക്കെ നമുക്ക് ചുട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ദോശയും സാമ്പാറും അതേപോലെ തന്നെ ചമ്മന്തിയും ഒരു മുട്ട പുഴുങ്ങിയതും കൂടി കഴിക്കാം. ഓക്കെ, അപ്പോൾ അതോടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇവയൊക്കെ എണീക്കുമ്പം ഇവയ്ക്കുള്ളതൊക്കെ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അല്ല, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാസറോളിൽ, അപ്പം ഉണ്ടാക്കണ്ട. പിന്നെ സെറക്കുട്ടിയുടെ ചിക്കൻ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബട്ടർ കുറച്ച് നമ്മുടെ പാനിൽ ഒഴിക്കും. ഇപ്പം ഞാൻ നമ്മുടെ വെജിൻ്റെ ക്യൂബാണ് ഇടുന്നത്. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് പോലെ ഉണ്ടല്ലോ വെജ് ക്യൂബിനും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ടേസ്റ്റ് മേക്കർ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇടാറുള്ളത്, നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങത്തില്ലേ, ആ ചിക്കൻ ബ്രസ്റ്റ് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ വറുത്തെടുക്കും ഇത്തിരി മസാലയിട്ട്, അതാണ് ടേസ്റ്റ്, അവൾക്ക് ഇഷ്ടം അതാണ്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ അതിലിങ്ങനെ പിച്ചി ഇടും, അതായത് കുഞ്ഞു പീസാക്കി ഇടും. എന്നിട്ട് അതും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആ മുട്ട, ലേശം പൊടിക്ക് ഉപ്പ്, ഇതായിരുന്നു ഞാൻ ചെറുതിൽ അവൾക്ക് കൊടുത്തിരുന്നത്. അതായിരുന്നു അവൾ മെയിനായിട്ട് അവൾ കഴിക്കാറുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് ചില സമയത്ത് ചിക്കൻ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഈ ചിക്കൻ ക്യൂബോ അല്ലെന്നുണ്ടെങ്കിൽ വെജ് ക്യൂബോ അങ്ങോട്ട് ഇടും. അപ്പോൾ അവരുടെ ചിക്കൻ മുട്ടയും റെഡിയായി. ബട്ടറിലാകുമ്പോൾ കുട്ടികൾക്ക് ബട്ടർ നല്ലതുമാണല്ലോ. അപ്പോൾ അവരുടെ ഫുഡ് കഴിഞ്ഞു. ഇപ്പം ഞാനിനി എൻ്റെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിക്ക് വരുന്നുണ്ട്. എനിക്ക് 9 മണിയാകുമ്പോൾ തൊട്ട് എനിക്ക് ഫ്രീ ആവണം. കാരണം എനിക്ക് 9:30 തൊട്ടിട്ട് എനിക്ക് ഒരു ക്ലാസ് ഉണ്ട്. ഞാൻ ഏപ്രിൽ 1 തൊട്ടിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഞാനാണ് കേട്ടോ ട്രെയിനർ, ഞാൻ സ്റ്റുഡൻ്റ് അല്ല. എൻ്റെ പ്രൊഫഷൻ എല്ലാവർക്കും അറിയാമല്ലോ, മെഡിക്കൽ കോഡിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ വന്നിട്ട്. ഞാനപ്പം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ട്രെയിനിങ് ഞാൻ ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങളിൽ മാത്രമേ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ളൂ, ഈ വർഷവും എടുക്കുന്നതും ഉള്ളൂ. കാരണം എനിക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് രക്ഷയില്ല. നിലത്ത് നിൽക്കാൻ സമയമില്ലാത്തത്രയും തിരക്കാണ് ഞാൻ, അറിയാലോ. ഒറ്റയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടുജോലി മാത്രമല്ല ഉള്ളത്, പുറത്ത് പോയിട്ടും പുള്ളി ഏൽപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വേറെ ആരും ഇല്ല നമുക്ക് ചെയ്യാൻ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് അപ്പം ഈ 3 മാസം കൊടുക്കുമ്പം 9 മണി തൊട്ട് അല്ലെങ്കിൽ 9:30 മണി തൊട്ടിട്ട് 3 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഉണ്ടാവും. കൺസിസ്റ്റൻ്റ്ലി ഈ ഒരു 3 മാസം വർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം എബ്രോഡാണ് സ്റ്റുഡൻസ് വന്നിട്ട്, അപ്പോൾ അവരുടെ ടൈം അനുസരിച്ചാണ് സമയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തതും ഇതുപോലെ തിരക്കാവുന്നതും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരു 8 മണിയാകുമ്പോൾ എല്ലാം എൻ്റെ വൈൻഡപ്പ് ചെയ്തിട്ട് എനിക്കിവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ശ്വാസം മുട്ടിച്ചാവും. പിന്നെ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് എൻ്റെ പുതിയ കിട്ടിയിട്ടുള്ളൊരു ബിസി ഷെഡ്യൂൾ കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ സെറക്കുട്ടീനെ ഞാൻ വിളിച്ചു. അങ്ങനെ സെറക്കുട്ടീനെ വിളിച്ചു കഴിഞ്ഞപ്പം സെറക്കുട്ടി രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനത്തെ ചില പുന്നാരങ്ങളൊക്കെ വേണം കേട്ടോ. സ്കൂളുള്ളപ്പോഴും അങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഒക്കെയാണ് ഞങ്ങൾ എണീക്കുന്നത് കേട്ടോ. അത് പണ്ടേ ഉള്ള ശീലമാണ്. അങ്ങനെ എണീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്തോളും, ബ്രഷൊന്നും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ടൊന്ന് ചോറ് ആദ്യം ഒന്ന് വാരി കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചോ, വാരി കൊടുത്തു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവക്കുട്ടിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. അവളുടെ കണ്ണൊക്കെ മീൻ്റെ അടുത്താണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പാവത്തിന്, ഫിഷും പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പെറ്റ്സിനൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കുന്നില്ല, കാരണം അവൾക്ക് സമയം ഉണ്ടാവില്ല നോക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിള്ളേരെ നോക്കാനുള്ള ടൈം കിട്ടാത്ത ഞാനാണ് ഇനി പെറ്റ്സിനെ നോക്കാൻ പോകുന്നതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ ഫുഡ് കഴിക്കുകയും മമ്മിക്ക് കുറേ പാത്രം കഴുകാനുണ്ടെന്ന് പറഞ്ഞു. ഈ സിങ്കിൽ എന്തെന്നറിയത്തില്ല, പാത്രം കിടന്നിട്ട് പ്രസവിക്കുകയാണെന്ന് അറിയത്തില്ല, അത്ര പാത്രങ്ങളാണെന്ന്, എന്തുമാത്രം പാത്രങ്ങളാണെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ കഴുകിയിട്ടില്ല, ഇത് രാവിലത്തെ മാത്രം പാത്രമാണ് കേട്ടോ. ആ ദോശ ഉണ്ടാക്കി ഇട്ടിട്ടുള്ള പാത്രമാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പാത്രം പണി കഴിഞ്ഞപ്പോൾ കഴുകുകയാണ് കേട്ടോ. അപ്പം തന്നെ ഒരുപാടായി. അപ്പം അതുകൊണ്ടിട്ട് ഇനിയിപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉച്ചക്കലത്തെ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം കഴുകി ഇവിടെ വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അല്ലാതെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് 2-3 പോർഷൻസ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ ഞാൻ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ എടുക്കേണ്ട വേറെ ഒന്നുമല്ല. നമുക്കിത് കൊടുക്കുമ്പോൾ, നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുമ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% വേണം. അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടികൾക്ക് ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഔട്ട്പുട്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എനിക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസം ഞാൻ ഫ്രീ ആയിരിക്കും, അവർക്ക് വെക്കേഷൻ അല്ലേ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് വന്നിട്ട് ഞാൻ അതുകൊണ്ട് അവരുടെ കാര്യം കൂടി, ആ കുട്ടികളുടെ കാര്യം കൂടി എനിക്ക് നോക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അവർക്കും ഈ പറഞ്ഞതുപോലെ ജോബിന് കയറാനും കാര്യത്തിനൊക്കെ
അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ പോർഷൻസ് പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെ എല്ലാ പാത്രവും കഴുകി കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ആവത്തുള്ളൂ കേട്ടോ. അതെല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നല്ല വെയിലാണല്ലോ, അപ്പോൾ നല്ല ഉണങ്ങി കിട്ടിക്കോളും അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത പരിപാടിയാണ് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയും എടുത്തിട്ട് പിന്നെയും ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്ന ഒരാളായിരുന്നു. അതായത് എല്ലാ ദിവസവും നല്ല ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയിൽ എനിക്ക് വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല. ഒരാഴ്ചത്തേക്കുള്ളത് ഒരാഴ്ച അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ മാസങ്ങളിൽ ഞാൻ ഫെബ്രുവരി തൊട്ട് ചേട്ടൻ വന്ന തിരക്കായിരുന്നു. പിന്നെ അല്ലാതെ കുറച്ച് നമ്മൾ പുറത്തും അവിടെയൊക്കെ പോകും, പിന്നെ വരുമ്പം ക്ഷീണമായിരിക്കാം, അത് ക്ഷീണമാണ്. അതിനുശേഷം ഇപ്പം ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ അതിൻ്റേതായ ആ ഒരു ബിസി ഷെഡ്യൂളാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് എന്തായാലും ചെയ്യാൻ നേരം സാം ഉണ്ടെങ്കിൽ നടക്കത്തില്ല. സാം ഉണ്ടെങ്കിൽ എന്താണെന്നറിയാം, ഞാൻ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരുമിച്ച് തന്നെ നമ്മൾ ഇരിക്കണം, കണക്കും കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇതാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഇപ്പം എനിക്കെല്ലാം ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം. മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് എനർജിയും ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്യാമെന്നൊരു തോന്നലും ഉണ്ട്. ആ ദിവസമേ ചില ദിവസമൊക്കെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ഒന്നും ഞാൻ ചെയ്യാറില്ല, വെറുതെ കിടന്നുറങ്ങുള്ളൂ, വെറുതെ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും വിചാരിച്ച കാര്യങ്ങൾ നടത്താമെന്ന് കരുതി. അപ്പം അടുത്ത ടാസ്ക്കാണ് ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ, രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കാസറോളിൽ ചോറൊക്കെ പകർത്തി വെച്ചു. ദോശ സെറിന് ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് കരുതി, കുറച്ച് സാമ്പാർ കൂട്ടി കൊടുക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടാസ്കിലേക്ക് നമുക്ക് പോവാം. ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവറോടെ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടെയ്നർ ആക്കി വെക്കാനൊക്കെ പറയും, പക്ഷേ ആരും അത് കേൾക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതിനൊക്കെ ഞാൻ കിടന്ന് ഒച്ചയെടുത്തിട്ട് അലമ്പിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം എനിക്ക് പണികളുണ്ട്. ഇതെല്ലാം പുറത്ത് വെച്ചിട്ട് അത് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് അത് പിന്നെ ഡ്രൈ ക്ലോത്ത് കൊണ്ട് തുടയ്ക്കണം. പിന്നെ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ഇത് തിരിച്ച് ഇതിലേക്ക് ഉള്ളിലോട്ട് വെക്കാൻ സാധനങ്ങൾ. അപ്പോൾ ഇതാണ് പരിപാടി ഇന്നത്തെ. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എല്ലാത്തിലും അതായത് ഒന്നിരിക്കുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത്. കാരണം എൻ്റെ കണ്ണ് തെറ്റിയാലുള്ള പ്രശ്നം ഇതാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ കീ ആണ് കേട്ടോ അത്. ഞാൻ വെറുതെ കാണിച്ചത് വേറൊന്നല്ല, ഞാൻ പറയുമായിരുന്നു ഇവരോട് ഞാൻ ഫ്രിഡ്ജ് ലോക്ക് ചെയ്തിടും. വേറൊന്നല്ല, ഫ്രിഡ്ജിൽ നിന്ന് ഇതുപോലെ തന്നെ കവറോടെ സാധനങ്ങൾ വെക്കും. അതൊക്കെ കുറഞ്ഞതായിരുന്നു കേട്ടോ. ഇപ്പം അവരുടെ ഡാഡി വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ട്. കാരണം ഡാഡി ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുവിടാന്നുള്ളൊരിത്. പക്ഷെ ഞാൻ കുട്ടികളെ വഴക്ക് പറയും, സാമിനെ ഞാൻ വഴക്ക് പറയും. എന്നിരുന്നാലും നമുക്ക് പിള്ളേരെ പറയുന്ന പോലെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം ഞാൻ ഒരു പരിധിക്ക് വിട്ട് പറയില്ല എന്നറിയാം. അതുകൊണ്ട് അവർ ഡാഡിയുടെ കെയർ ഓഫിൽ അവർ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമല്ല, ആണ് എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നോ, ഇതൊക്കെ പറിച്ചെടുക്കാൻ പോയിട്ട് കയ്യിലോട്ട് പറഞ്ഞു പോരോന്നായിരുന്നു. ഇതൊക്കെ എന്തോ ബലമായിപ്പോയി എന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് പോയി. ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും എടുത്ത് ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചിടത്തേ ഉള്ളൂ. പക്ഷേ മന്ത്ലി ക്ലീനിങ് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പം ആഴ്ചയിൽ ഒരിക്കൽ പോലും ഞാനത് നിരഞ്ജുവേം തുടച്ച് ഇടാതിരിക്കുന്ന കൊണ്ടിട്ട് നല്ല രീതിയിൽ അഴുക്കുണ്ട്. ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് അഴുക്ക് നല്ല രീതിയിൽ പിടിച്ചാൽ പിന്നെ നമുക്ക് സംഭവം തൊടാൻ പോലും മടിയാവും. പണ്ട് എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ കിച്ചണിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, ഒരു തേങ്ങയുടെ ഒരു മുറി ഇങ്ങനെ ഇരിക്കും, തേങ്ങാമുറി ഇരിക്കും എപ്പോഴും. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഓർക്കുമായിരുന്നു, ഒരു തേങ്ങാമുറി എപ്പോഴും ഉണ്ടാവും, എന്തിനോ വേണ്ടി. ചിലപ്പോൾ ആ തേങ്ങാമുറിയുടെ ഉള്ളിൽ ഒന്നും കാണില്ല, എന്നിരുന്നാലും ആ തേങ്ങാമുറി ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ഒരു കാലമല്ല. ഇപ്പം തേങ്ങാമുറിയൊന്നുമില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും ഇൻസ്റ്റൻ്റായിട്ട് ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ വലിയ വശമില്ല കേട്ടോ. തേങ്ങ ചിരവാൻ എനിക്കറിയാം, പൊട്ടിക്കാൻ വല്ല വശമില്ല. ഞാൻ പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കായും കൂയായി പോവും. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ തേങ്ങ ചിരവിയത് തന്നെ വാങ്ങുന്നത് കേട്ടോ. പിന്നെ എളുപ്പമാണല്ലോ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ജൂൺ വരെ ചിന്തിക്കാൻ വയ്യ, തേങ്ങ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് ഫ്രീ ആവും. സാധാരണ എല്ലാ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ഈ സെറക്കുട്ടിക്ക് ഉണ്ടല്ലോ എന്തെങ്കിലും ചുമയോ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. ഇപ്രാവശ്യം അത് വരാതിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ നേരം കാണത്തുള്ളൂ. ഇപ്രാവശ്യം അത് ഇല്ലാതിരിക്കട്ടെ. അടുത്ത കണ്ടോ എൻ്റെ ഫ്രീസറിൻ്റെ അവസ്ഥ കണ്ടോ,
ബ്ലഡിൻ്റെ ടിൻറ്റും എല്ലാനും ഉണ്ട്. നോൺ വെജിൻ്റെ അത്. അയ്യോ, ഇതൊക്കെ ഞാൻ ചിരവി കളഞ്ഞു. ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തത് വേറൊന്നുമല്ല, ഞാൻ സാമി ഇന്നലെ പോകും മുന്നേ ചിക്കൻ എല്ലാം, അതായത് ഞാൻ മിനിയാന്ന് തന്നെ ചിക്കൻ കറി വെച്ചു. അപ്പോൾ 2 ദിവസം ചിക്കനും ഫിഷൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രീസർ എന്താ പറയുക ഫ്രീ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്കിൽ മാത്രമല്ല ഇങ്ങനെ എനിക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ തുടയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടിട്ട് പിന്നെ ഫ്രീസറിലുണ്ടായിരുന്ന നമ്മുടെ സോസേജ് ഇല്ലേ, ആ സോസേജ് എല്ലാം ഞാൻ 2-3 പാക്കറ്റ് ഞാൻ നമ്മുടെ സ്കൂബിക്ക് കുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അവരുടെ വീട്ടിലെ ഡോഗിന് കൊടുത്തായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ അടുത്ത് കുറേ പട്ടികളുണ്ട്, പാവം പട്ടികളായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്സായി അവരായിട്ട്, അവർക്കും കൊടുത്തു. അപ്പോൾ അത് തീർന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫ്രീസർ നല്ല ക്ലീനായി തുടച്ച് നല്ല ഭംഗിയാക്കി. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഒരു അടുക്കും ചിട്ടിയില്ലാത്തൊരു ജീവിതമായിരുന്നു ഇത്തരം ദിവസം സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതൊക്കെ അകത്തോട്ട് കയറ്റണം. അകത്തോട്ട് കയറണേക്കാളും മുന്നേ തന്നെ എന്താ പറയണത്, പിന്നെയും പാത്രങ്ങളൊന്നും നിറഞ്ഞു തുടങ്ങി. വേറൊന്നല്ല, ഇവ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് കഴുകാൻ പറ്റിയില്ല. കഴുകാറുണ്ട് കേട്ടോ അവൾ, കാരണം സിങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കഴുകേണ്ട പാത്രം കിടക്കുന്നതുകൊണ്ട് ഞാനോട് ഇട്ടേക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അതേ ഫ്രിഡ്ജ് തുടച്ച് കഴിഞ്ഞപ്പോൾ അതേ താഴെ നിറയെ പൊടിയായി. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വന്ന അതും ഇതും പൊടിയും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ അത് ഇനിയും കളയണം. അപ്പം എന്താ പറയുക, അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അതിനിടയിൽ എന്തോ കോമഡി അവിടെ നടന്നു, അതാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ സാമിനെ ഇടയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാമിനോട് പറഞ്ഞു ക്ലീനിങ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതേ ചെയ്താൽ മതി, ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി വന്നാലും പുള്ളി എനിക്ക് അന്ന് പുറത്തൊക്കെ നല്ല മാറാലൊക്കെ തുടച്ച് വന്നായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ. പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കണ്ടോ ആ വെയിലത്ത് ഉണങ്ങിയത് കണ്ടോ. നമ്മുടെ വില്ലയുടെ അവിടെയാണെങ്കിൽ നല്ല വെയിൽ കിട്ടും. വെയിലിന് ഒരു ദാരിദ്ര്യവും ഇല്ല. സോളാർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. വെയിലിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല ഇത്രയും വെയിൽ കിട്ടുന്നത് കൊണ്ടിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി, വിത്തിൻ 10 മിനിറ്റ്സ് കൊണ്ടിട്ട് നല്ല രീതിയിൽ ഉണങ്ങി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ബാഗിലാണ് കേട്ടോ, വെജിറ്റബിൾ ബാഗിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് എടുക്കാൻ സുഖമായിരിക്കുമല്ലോ, പടപടാന്ന് എടുക്കാമല്ലോ. പിന്നെ ഇവിടെ വെജിറ്റബിൾ നല്ല രീതിയിൽ റണ്ണിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, തീർന്നോളും. ഇപ്പോഴാണ് ഇത്തിരി നോൺ വെജ് കുക്കിംഗ് കൂടിയത്, അല്ലാന്നുണ്ടെങ്കിൽ വെജ് ആയിരിക്കുമല്ലോ മെയിനായിട്ട് ഇവിടെ. വെജ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല കേട്ടോ. അയൺ ഡെഫിഷ്യൻസി തൊട്ട് സകലതും എനിക്കുണ്ട് ഇപ്പം. ഇനിയിപ്പം അത് നോൺ വെജ് കഴിക്കാനാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ എനിക്ക് നോൺ വെജ് ഞാൻ കഴിച്ചിരുന്നതൊക്കെയാണ് കേട്ടോ. ഞാൻ 1-2 വർഷം മുന്നൊക്കെ വരെ കഴിച്ചിരുന്നതാണ്. മീൻ കഴിക്കൽ കുറവായിരുന്നു, ബീഫ് കഴിക്കൽ കുറവായിരുന്നു, ചിക്കൻ കഴിച്ചതായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് അറിയത്തില്ല, മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ. അപ്പോൾ നോൺ വെജ് ആരും നിർത്താനൊന്നും നോക്കണ്ട. നോൺ വെജ് കഴിക്കുന്നവർ നോൺ വെജ് നല്ല രീതിയിൽ കഴിച്ചോ, ഇല്ലെങ്കിൽ വേറെ വല്ല അസുഖങ്ങളൊക്കെ വരും അല്ലേ. അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മളുടെ അതെല്ലാം ഞാൻ തുടച്ചു, ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ചു. ഇനിയിപ്പോൾ അവിടെ വെക്കണം. എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്കത് മാനസികമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഭയങ്കര വൃത്തികേടായി കിടക്കുമ്പോൾ ഉണ്ടല്ലോ, വീടും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വൃത്തികേടായി കിടക്കുമ്പോൾ എനിക്കെന്തോ ഛർദ്ദിക്കുക എന്തോ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക്, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം എൻ്റെ ഭയങ്കര ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം വൃത്തിയാക്കി. ഈ ബിസ്ക്കറ്റ് കണ്ടോ, ഈ പിള്ളേർ ഇങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ അവർ. എന്നിട്ട് ഈ ഒരു ശീലങ്ങളൊക്കെ പേടിയായിരുന്നു ആദ്യം. എന്നിട്ട് ആ കവർ പൊട്ടിച്ചിട്ട് ആ കവറോടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. അതിനുള്ള ചീത്തയും കാര്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ആ ബിസ്ക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ ഞാൻ തിന്നണ്ട, ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതെടുത്ത് വെച്ചു. കാരണം എനിക്കാണെങ്കിൽ ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കവർ പൊട്ടിച്ചതിന് വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ എപ്പോഴും നമ്മളൊരു കണ്ടെയ്നറിലാക്കി അടച്ചാണ് വെക്കേണ്ടത്, തുറന്നൊരിക്കലും വെക്കരുതല്ലോ അങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ. അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്നതുമില്ല, അത് ഞാൻ തന്നെ കഴിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ദോശമാവൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മിഠായിയുടെ ബോക്സാണ് കേട്ടോ, കുഞ്ഞു ക്യാൻഡീസിൻ്റെ. അത് കണ്ടില്ലേ, മിഠായിയുടെ കവർ അതിൽ തന്നെ ഇട്ടിരിക്കുന്നു. എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും എൻ്റെ ചെറുതിൽ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്കൊരു തിരിച്ച് ഞാൻ ചിന്തിച്ചു, പിള്ളേരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അല്ലേ പിള്ളേർ ഇതല്ലേ ചെയ്യത്തുള്ളൂ എന്ന്. ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പോലെ തണുത്ത ഫുഡ് ഫ്രിഡ്ജിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് കഴിക്കും. മിഠായി എടുത്തിട്ടുണ്ടെങ്കിൽ മിഠായി കവർ ഫ്രിഡ്ജിൽ തന്നെ ഇടും. അന്നൊക്കെ എത്രമാത്രം എൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് കാണുമല്ലേ ഞാൻ. പക്ഷേ ഇന്നിപ്പം ഞാൻ സ്വന്തമായിട്ട് അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നതൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. എന്ത് പറയാനാണെന്നേ, നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ. കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയുണ്ട്, നല്ല സുന്ദരി ഫ്രിഡ്ജായില്ലേ. അങ്ങനെയാണ് ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ടതല്ലേ. ഇനിയിപ്പം ഞാൻ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ അധികം നോണൊന്നും കയറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ പിന്നെയും ഫ്രീസർ നിറച്ചായിരുന്നു കേട്ടോ, അതും ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച്
തുണികൾ മടക്കാനുണ്ട്, അതൊക്കെ ചെയ്തു. പിന്നെ നമ്മളുടെ സാം ചേട്ടൻ്റെ ഓർഡറാണ്. സാം ചേട്ടൻ ഇടുന്ന ടീഷർട്ടും സാം ചേട്ടൻ ഇടുന്ന ജാക്കറ്റും കാര്യങ്ങളൊന്നും മെഷീൻ വാഷ് ചെയ്യാൻ പാടില്ല, ഹാൻഡ് വാഷ് തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന്. കാരണം പുള്ളിക്ക് ഇഷ്ടമല്ല അത്. അപ്പം തന്നെ പുള്ളി പറയും ഡ്രസ്സ് ചീത്തയാം. പുള്ളിയുടെ ഡ്രസ്സൊക്കെ ഒരുപാട് നാൾ നിൽക്കോട്ടോ, എൻ്റെ ഡ്രസ്സ് പോലെയല്ല. അപ്പം ഞാനപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് മുകളിൽ വന്നത്. ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ജാക്കറ്റ് എടുത്തിട്ട് മറ്റേ ഇതിലിട്ട് കുറച്ച് നേരം നമ്മുടെ സോപ്പ് വെള്ളത്തിലിട്ട്, നമ്മൾ സോപ്പ് വെള്ളം ലിക്വിഡാണല്ലോ, ലിക്വിഡിലിട്ട് മുക്കി വെച്ചു. പിന്നെ അത് വന്നിട്ട് അത് നനച്ചിട്ടു. ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും കാണില്ല, കാരണം നമ്മൾ വണ്ടിക്കല്ലേ പോകുന്നത്. പക്ഷേ ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല മെഷീനിൽ വാഷ് ചെയ്യണം. ഞാനൊരു ഡ്രസ്സ് എന്തോ മെഷീനിൽ അടുത്ത് വാഷ് ചെയ്തിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഴക്കൊന്നും പറയില്ല, പക്ഷെ നീ അത് ചെയ്യണ്ടായിരുന്നു പറയുള്ളൂ. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ചെറിയൊരു വാഷല്ലേ, നമ്മളത് ആ പുള്ളിക്കാരൻ ചെറിയൊരു കാര്യമല്ലേ പറയുന്നത്, നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഞാൻ മുകളിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ വൈകിട്ടത്തെ തിരക്കുള്ള സമയങ്ങളോട് ഞാൻ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 8 മണിക്കുള്ളിൽ എനിക്ക് ഫ്രീ ആവണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിച്ചിട്ട് വേണം, ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. സാം രാത്രിയാകുമ്പോൾ വരും എന്നാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് നേരത്തിന് മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്. സാം ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് ഫോണിൽ. അപ്പോൾ രാത്രിയാകുമ്പോൾ വരുമെന്ന് എന്നോട് പറഞ്ഞു, പുറത്തേക്കൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ സെറക്കുട്ടിയുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ, സമയം 5 മണിയായി. കാരണം ഇവർ എണീറ്റപ്പോൾ 1 മണിയായിരുന്നു. ഇനി ലഞ്ച് കൊടുക്കണം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറയാണ് ഷെൽഫ് ക്ലീൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്തോളൂ. അപ്പോൾ എന്നോട് പറയാം ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യില്ല, സെറക്കുട്ടി ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യോ? കണ്ടോ, ഞാനും കൂടെ കൂടണം. അപ്പൊ ഏകദേശം അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവള് മാത്രമല്ല, ഇത് കണ്ടോ, ബണ്ണിയാണ്, ഹാംലിയുടെ ബണ്ണിയാണ്. ഇത്ര ലോക്കൽ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളുടെ എന്താ പറയുന്നത്, ഈ തമിഴ്നാട്ടിലെ ചില എന്താ സംഭവം ഉണ്ടല്ലോ, അതേപോലെ ആക്കി കളഞ്ഞു. ഭയങ്കര ലോക്കൽ ലുക്ക് ആക്കി കളഞ്ഞു. നമുക്ക് ഇതിനൊക്കെ മാറ്റാണ്ട്, ഇവിടെയൊക്കെ മാറ്റാം. നേരെ ആദ്യം ഇരുന്ന പോലെ തന്നെ ഇരുന്നാൽ മതി. ഇത് മാറ്റണ്ട. ആ ബ്ലാക്ക് ഇടല്ലേ, ഭയങ്കര വൃത്തിയോട്. അപ്പൊ ഇത് തൊട്ടിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ ചെറുക്കുട്ടിയും കുറെ നേരം ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അമ്മ കുറച്ചേ ചെയ്യത്തുള്ളൂ. അമ്മ ഒരു പണിയെടുത്ത് കൊച്ചിന് പോലും അറിയത്തില്ല. നമ്മൾ കുപ്പിന്ന് വന്ന പൂതോണെന്നാണ് കൊച്ചിന്റെ പോലും വിചാരം. എനിക്ക് ഇത് കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞിട്ട് ഇനി തിരക്കുണ്ട്. അതിനുശേഷം അവരോട് കുറെ പരിപാടികൾ എനിക്കുണ്ട്. ഇപ്പൊ തന്നെ സമയം 5 മണിയായി. അപ്പൊ പിന്നെ എന്തായാലും നോക്കണം. അപ്പൊ ഞാൻ കൂടട്ടെ. ഏകദേശ രീതികളൊക്കെ കണ്ടോ, നമ്മളുടെ ഷെൽഫിന്റെ താഴെയൊക്കെ ആക്കിയിട്ടുണ്ട്, കൊളാക്കിയിട്ടുണ്ട്. ഇത് മാത്രം നമുക്ക് പറഞ്ഞതുപോലെ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. വേറെ ഇന്നലെ ക്ലീൻ ആക്കിയതാ. അപ്പൊ എന്തായാലും ഞാൻ അത് കാണിക്കുന്നില്ല. ഇപ്പൊ തന്നെ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്, ഒത്തിരി ലെങ്ത് കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിച്ചിട്ട് പിന്നെ എന്താ പരിപാടി, പിന്നെയാണ് പരിപാടി കിടക്കുന്നത്. അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ പണ്ടത്തെ ഓർമ്മയിലായിപ്പോയി. അപ്പൊ അതിനുശേഷം നമുക്ക് ചെറുകുട്ടി ടാറ്റ പറയാം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നല്ലേ, കാരണം എന്റെ അവസ്ഥ നിങ്ങൾ ഇത്ര നേരം കണ്ടല്ലോ. ഞാൻ രാവിലെ എഴുതിട്ട് ഇത്ര നേരമായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അമ്മാതിരി ഓട്ടമായിരുന്നു എനിക്ക്. നമ്മുടെ സാം ചേട്ടൻ കുഴപ്പമില്ല, പുള്ളിക്കാരൻ ഓക്കെ ആയിട്ടിരിക്കുന്നു, ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ സെറക്കുട്ടി ഇനി ടാറ്റ പറ. ടാറ്റ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. ഉമ്മ കൊടുക്ക്. ഓക്കെ, ബൈ. ഇപ്പം സമയം ഏതാണ്ട് മിഡ് നൈറ്റ് ആയിരുന്നു കേട്ടോ. ഒരു 1 മണി 1:30 ആ സമയമായിരുന്നു. കാക്കനാടാണ് കേട്ടോ. ക്യാരവണിൽ വന്നിട്ടുണ്ടായിരുന്നു. സാം വന്നിട്ടുണ്ടായി. സാം ഒരു 9 മണി ആ സമയമൊക്കെ ഇപ്പം എത്തി. അപ്പം 9 മണിക്ക് എനിക്ക് എന്തായാലും അനങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടത് രാത്രി 11 മണി 11:30 ആയപ്പോഴാണ്. അപ്പം എന്നോട് പറഞ്ഞു നമുക്കൊരു ഡ്രൈവിന് പോകാം പിള്ളേരായിട്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ക്യാരവണിലേക്ക് ഒന്ന് ഇറങ്ങി. അപ്പം എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ക്യാരവണിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുത്തെ നല്ല രസമാണ് കേട്ടോ, നല്ല ആംബിയൻസ് ആണ്. ഇൻഫോ പാർക്കാണ് തൊട്ടടുത്ത് തന്നെ. ഇത് വെളുപ്പ് ആ സമയം വരെ ഉണ്ട്, അതായത് 24 hours ആണ്. അപ്പം ഞങ്ങളൊരു ഫലൂഡ കഴിച്ചു. പക്ഷേ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലൂഡ നമ്മുടെ സാധാരണ റോയൽ ബേക്കേഴ്സിലൊക്കെ നല്ല രസമാണ് കേട്ടോ ഫലൂഡ. പക്ഷേ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് ഓപ്പൺ ആയിരിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് വന്നതാണ്. പിന്നെ നമുക്കൊരു ഹാങ് ഔട്ട് പ്ലേസ് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു കുട്ടികളായിട്ടൊന്ന് ചില്ലടിക്കാമെന്ന് കരുതിയിട്ട് വന്നതേ ഉള്ളൂ. പുള്ളിക്കാരന് നാട്ടിലുള്ളപ്പം ഭയങ്കര സങ്കടമാണ് കേട്ടോ പിള്ളേരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. ഭയങ്കര, അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. എന്തോ
അപ്പോൾ അതാണ് പുള്ളിക്കാരൻ രാത്രി തന്നെ പോവാമെന്ന് പറഞ്ഞത്. എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ ഇത്തിരി രാവിലത്തെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ പുള്ളി പറഞ്ഞ് ഫലൂഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചാടി പുറപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ നഷ്ടമാണ് കേട്ടോ, നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല നഷ്ടമാണ്. പിന്നെ എന്നാലും കഴിച്ചു. പിന്നെ ഏറ്റവും എക്സ്പെൻസീവ് 240 ആയിരുന്നു കേട്ടോ. ആ ഫ്രഷ് ബ്ലൂബെറി ചീസ് കേക്കാണ്, അതിന് 240 ആയിരുന്നു ഒരു പീസിന്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നി അത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, കഴിച്ചല്ലോ എന്തായാലും. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ചില്ലടിച്ചു. എൻ്റെ പൊന്നോ, എ സിയുടെ താഴെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്, തൊട്ട് താഴെ. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് എ സി ഒന്നും പറ്റാത്ത ഒരാളാണല്ലോ. അതാണിതേ ഞാൻ പിന്നെ കുറച്ച് നേരം കുറച്ച് ചൂടാവട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു റെസ്റ്റോറൻ്റ് അല്ലല്ലോ, അതിൻ്റെ പുറത്ത് വന്ന് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അങ്ങനെ അതേ കുറച്ച് ചൂട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആശ്വാസമായത്. എനിക്കാണെങ്കിൽ ഒത്തിരി തണുപ്പാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അവിടെ വിറച്ച് എനിക്ക് ഒട്ടും രക്ഷയില്ല. അങ്ങനെ അത് അനീമിക് ആയതുകൊണ്ടിട്ടാണ് എൻ്റെ പ്രശ്നം, അതുകൊണ്ടിട്ടാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാണ്, ഓഫ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ അവരോട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വന്ന് പുറത്തേക്ക് നിന്നു. പിന്നെ ഇത് വന്നിട്ട് ഇത് വേറെ ഒരു ദിവസമായിരുന്നു. അപ്പം ഞാനിതിൻ്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യണുള്ളത്. ഞാൻ പറഞ്ഞത് ഞാൻ ഇടാനുള്ള കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ആ കമൻറ്റിൽ ഞാൻ പൊതുവേ നെഗറ്റീവ് കമൻറ്റിന് ഇപ്പോൾ റിപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ഞാനത് വേറെ ഒന്നുമല്ല, ഞാൻ കാരണം ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം, ഈ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ ഇരിക്കും, അയ്യോ ഇതേപോലത്തെ സാധനങ്ങളാണോ എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ റെസ്പെക്റ്റ് ചെയ്യണില്ല സാമിനെയെന്ന്. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. നല്ലൊരു കൂട്ടുകാരനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഓണം ബലം പിടിച്ചിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പരസ്പരം നല്ല കൂട്ടുകാരാണ്, പരസ്പരം ഞങ്ങൾക്ക് എന്നും പറയാം. ദൈവകൃപ കൊണ്ടിട്ട് കുറേ സമ്പത്തല്ല ഉള്ളത്, കുറേ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എൻ്റെ പോലെ ആയെന്ന് വരില്ല, എല്ലാവരും നിങ്ങളുടെ പോലെ ആയെന്നും വരില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഒരു കമ്പനി തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. കല്യാണമൊന്നും കഴിക്കാതിരിക്കുകയൊന്നും വേണ്ട. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, കല്യാണം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും. പിന്നെ എന്നെ കണ്ടിട്ട് കല്യാണം കഴിക്കാതിരിക്കേണ്ട കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, സി യു, താങ്ക് യു.